ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 4ാമത്തെ പാഠം പൂരം പൊടിപൂരം എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 പാഠത്തിന്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാരങ്ങൾ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആവുന്ന ക്ലാസ്സുകളാണ്. നമ്മൾ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4ാമത്തെ പാഠം പൂരം പൊടിപൂരം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4ാമത്തെ പാഠമാണ് കേട്ടോ. 4ാമത്തെ പാഠത്തിന്റെ ഫസ്റ്റ് പേജാണ് നിങ്ങൾ ഈ കാണുന്നത്. പൂരം പൊടിപൂരം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അപ്പോൾ ഒരു ചെറിയൊരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അത് വായിക്കാം. അപ്പോൾ എന്താണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? അതെ, ഉത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്ന ആനയാണ് അല്ലെ, നെറ്റിപ്പട്ടൊക്കെ ചൂടി നിൽക്കുന്ന നല്ല കൊമ്പൻ ആനയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആനക്കൊമ്പൻ അല്ലെ, പാട്ടിന്റെ പേരെന്താ? ആനക്കൊമ്പൻ. അപ്പോൾ വായിക്കാം. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പം എനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4ഉണ്ടേ, കൂടുതലുണ്ട് കുറുമ്പ് കൊമ്പന് കൂച്ചുവിലുങ്ങുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ, ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ, ആനക്കൊമ്പനെ ആകപ്പാടെ കാണാൻ അഴകുണ്ടേ. അപ്പോ എന്താണ് ഇവിടെ ആരെക്കുറിച്ചാ പറയണത്? നല്ല അഴകൊത്ത നല്ല ഭംഗിയുള്ള ഒരു ആനക്കൊമ്പനെ കുറിച്ചാ പറയണത് അല്ലേ. എവിടെയാണ് ആനക്കൊമ്പൻ നിൽക്കുന്നത്? അതെ, അതായത് ഉത്സവത്തിന് വന്നിരിക്കുകയാണ്. അമ്പലത്തിന്റെ നടയിൽ നിൽക്കുകയാണ് ആനക്കൊമ്പൻ നിൽക്കുകയാണ്. കൊമ്പൻ ആന നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നതെന്നാ പറയണത്? അതെ, എനിക്ക് പണ്ട് മുതലൊക്കെ എന്തുണ്ടെന്നാ പറയുന്നത്, നല്ല കമ്പം എന്ന് വെച്ചാൽ ആനകളെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് ആനകളുടെ അടുത്ത് ആനകളെ കാണാനൊക്കെ. അപ്പൊ ഈ ആനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മുമ്പിൽ തുമ്പു തുളഞ്ഞ് വളഞ്ഞൊരു തുമ്പിക്കരം. എങ്ങനെയാണ് മുന്നിൽ നല്ല വളഞ്ഞ് നീണ്ട് താഴെ തൊടാതിരിക്കാൻ വേണ്ടി വളച്ചു പിടിച്ചിട്ട് നല്ല വലിയൊരു തുമ്പിക്കരമുണ്ട്. കണ്ട മരത്തിന് ചില്ലകളൊക്കെ ചീന്താൻ പാകത്തിനുള്ള ശക്തി, കരുത്തുണ്ട് കൊമ്പനാനയ്ക്ക്. പിന്നെയോ കാറ്റത്തിളകുന്ന ചേമ്പില മാതിരി, ചേമ്പില എന്ന് പറഞ്ഞ ഇലയാണ്. അപ്പൊ ചേമ്പില മാതിരിയുള്ള 2 കാതുകളുണ്ട്. കാലുകളോ, അത് കാലുകളല്ല, ശരിക്കും എങ്ങനെയാണ്, കരിങ്കൽ കൊണ്ടുള്ള തൂണുകൾ പോലെയുള്ള 4 കാലുണ്ട്. പിന്നെയോ കൂടുതലും എന്താ, ഇതൊക്കെ കൂടാതെ എന്തും കൂടി ഉണ്ട് നമ്മുടെ കൊമ്പനാനയ്ക്ക്? കുറുമ്പ് കൂടി ഉണ്ട് അല്ലേ. അപ്പൊ ആ കുറുമ്പ് തളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൂച്ചുവിലങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക്. പിന്നെയോ കൂട്ടിനായിട്ട് നമ്മുടെ കൊമ്പനാനയുടെ കൂടെ ആര് നിൽക്കുന്നുണ്ട്? ഒരു കുറുവടിയും പിടിച്ചിട്ട് പാപ്പാനും നിൽപ്പുണ്ട്. അപ്പൊ ആളുകളൊക്കെ നല്ല കൗതുകത്തോടു കൂടി എന്ത് ചെയ്യാണ്? കൊമ്പനാനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നല്ല ആ കൊമ്പനാനെ കാണാൻ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നാ പറയണത്? നല്ല അഴകൊത്ത കൊമ്പനാനയാണെന്നാണ് പറയണത് അല്ലേ. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കൊമ്പനാനെ കുറിച്ചാണ് ഈ പാട്ടിൽ പറയണത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. കവിതയിലെ ആനയെ കുറിച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. അതായത് കവിതയിൽ പറയുന്ന ആന നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പറയണത്? ചേമ്പില പോലെ 2 ചെവി, കരിങ്കൽ തൂണ് പോലുള്ള കാലുകൾ അല്ലേ, അതുപോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന തുമ്പിക്കൈ, അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അമ്പലത്തിന്റെ ഗോപുര നടയിൽ നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ് ആനക്കൊമ്പൻ. അവനെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. നിലത്ത് തട്ടാതെ ഇരിക്കാൻ അവൻ തന്റെ നീലൻ തുമ്പിക്കൈ വളച്ചു പിടിച്ചിരിക്കുകയാണ്. കണ്ട മരത്തിൽ നിന്നെല്ലാം ചില്ലകൾ വരെ പൊട്ടിക്കാനുള്ളത്ര കരുത്തുമുണ്ട്. കാറ്റത്തിളകുന്ന ചേമ്പില പോലെയാണ് അവന്റെ കാതുകൾ. അവന് ശക്തിയുള്ള കരിങ്കൽ തൂണുകൾ പോലെയുള്ള 4 കാലുകളുണ്ട്. കുറച്ച് കുറുമ്പ് കൂടുതലുള്ളത് കാരണം കാലിൽ കൂച്ചുവിലങ്ങും ഇട്ടിട്ടുണ്ട്. അവന്റെ അരികിൽ തന്നെ കുറുവടിയും പിടിച്ചുകൊണ്ട് പാപ്പാനും നിൽപ്പുണ്ട്. അപ്പൊ നമ്മുടെ കവിതയിലെ ആന അല്ലെ എങ്ങനെയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് വായിക്കാം. ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത്. ആനയില്ലാത്ത ഉത്സവമോ? അത് ഉത്സവമാകില്ല. ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഗിയുടെ മറുപടി ഇതായിരുന്നു. അതെന്താ രാഗി, ആന ഇല്ലാതെയും ഉത്സവം നടത്തിക്കൂടെ? നടത്തുവോ? ആനയില്ലാതെ എന്ത് ഉത്സവം അല്ലേ? നടത്താം, പക്ഷേ ഉത്സവം കേമമാവണമെങ്കിൽ ആന വേണം.
പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങൽ തൂക്കിയ മുത്തുകുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ്. ചേലാണ് പറഞ്ഞ എന്താ? നല്ല ഭംഗിയാണ്. അതെ അതെ, നല്ല ചേലാണ്. ചേല് പറഞ്ഞ എന്താ? ഭംഗി ട്ടോ. പക്ഷെ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഗി. അത് ശരിയാണ്. എന്നാലും ഉത്സവം കൊഴുപ്പിക്കാൻ ആന വേണ്ടേ? അല്ലേ? ആന ഉണ്ടെങ്കിൽ തന്നെ ഉത്സവം എന്താണ്? ഒരു ഒരു ഉത്സവം ആവണമെങ്കിൽ ആന വേണമെന്നാണ് ഇവിടെ പറയണത് കേട്ടോ. പക്ഷെ എന്തും കൂടിയാണ്, ആനകൾ എന്ത് ചെയ്യും? വെയിൽ മുഴുവൻ കൊണ്ട് ആ വെയിലത്ത് ഇങ്ങനെ നിൽക്കണ്ടേ? അതാണ് ഇവിടെ പറയണത്. ഹരിയും രാഗിയും കാത്തുകാത്തിരുന്ന ഉത്സവ ദിവസം എത്തി. എന്തൊരാൾത്തിരക്കാണ് ഉത്സവപ്പറമ്പിൽ. പൂരി വാരിയിട്ടാൽ താഴെ വീഴില്ല. വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമർക്കുകയാണ്. നിരനിരയായി പലതരം കച്ചവടങ്ങൾ. ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നു. ഹരി, നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആന ഉണ്ടാവില്ല എന്ന്? അങ്ങോട്ട് നോക്ക്, കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത്? രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി. ശരിയാണല്ലോ, വമ്പൻ ഒരു കൊമ്പൻ. അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി, ഒരു വണ്ടിയിലാണ് കൊമ്പൻ ആനയുടെ നിൽപ്പ്. ചെവി ആട്ടുന്നുണ്ട്. കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കൊമ്പനാനയല്ല, കൊമ്പനാനയുടെ രൂപം. നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം ഉണ്ട്. വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും. എന്തായാലും നല്ല ചേലായിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു അത്? ഒറിജിനൽ ആനയായിരുന്നില്ല, അതെന്തായിരുന്നു? ആനയുടെ രൂപം അല്ലെ? ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോഴൊക്കെ നമ്മൾ പല ഉത്സവങ്ങൾക്ക് പോകുമ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അല്ലെ? ആന മാത്രമല്ല, ഇതുപോലെ പല രൂപങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഉരുളുന്ന അല്ലെങ്കിൽ വണ്ടിയിൽ നീക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഉണ്ടാവും. അതെന്ത് ചെയ്യും? അനങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ രൂപങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു ഉത്സവങ്ങളൊക്കെ പോകുമ്പോൾ. അപ്പൊ അതുപോലെ ആനയുടെ രൂപമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കുള്ള ആനയല്ല കേട്ടോ ഇത്. വണ്ടിച്ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി. ഈ കൊമ്പനാല എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല. ഹരി പറഞ്ഞത് കേട്ട് രാഗി ചിരിച്ചു. ഉത്സവപ്പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടംതുള്ളൽ ആരംഭിക്കുന്നതാണ്. മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി. മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം. തുള്ളൽക്കാരന്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു. അവർ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തെത്തി. പലതരം ബലൂണുകൾ, നിറമുള്ളത്, വലുത്, ചെറുത്, നീണ്ടത്. ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത്. കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിന്റെ രൂപം മാറുന്നു. ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ. അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. ആര്? ഹരിയും രാഗിയും അല്ലേ? ഹരിയും രാഗി എന്ന് പറയുന്ന 2 കുട്ടികളാണ് കേട്ടോ. നിങ്ങളെപ്പോലുള്ള 2 കുട്ടികളാണ് അവര്. അപ്പൊ ഒരു ഉത്സവം കാണാൻ വന്നിട്ടുള്ള കാഴ്ചകളെ കുറിച്ചാണ് ഇവിടെ പറയണത്. രാത്രിയിലുള്ള ഉത്സവം കാണാൻ ഹരിയും രാഗിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത്. അപ്പൊ പകലത്തെ ഉത്സവം കഴിഞ്ഞ് രാത്രി ഉണ്ടാവും അല്ലേ? അപ്പൊ രാത്രിത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഹരിയും രാഗിയും അച്ഛനും അമ്മയും കൂടെ പോവുകയാണ്. അവരുടെ കൂടെ ആരും ഉണ്ട്? തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ട്. രഹനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ്. ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ. ഉത്സവപ്പറമ്പിൽ എത്തിയപ്പോഴാണ് മേഘ്നയെയും ഡെയ്സിയെയും കണ്ടത്. നിറയെ കളർ ബൾബുകൾ, നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ. പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ് അല്ലേ ഹരി? കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു. ശരിയാണല്ലേ, പകൽ ഉത്സവത്തെക്കാളും ഭംഗിയായിരിക്കും രാത്രിയിലെ കാഴ്ചകൾ. ആ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ബൾബുകള് അല്ലേ, അതെല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും ഉത്സവപ്പറമ്പ് കാണാൻ തന്നെ. അങ്ങനെ അവരെന്ത് ചെയ്തു? ഉത്സവം കണ്ട് തിരിച്ചു വീട്ടിലോട്ട് മടങ്ങിപ്പോയി ഹരിയും രാഗിയും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു തുള്ളൽ പാട്ടാണ് വായിക്കാൻ പോകുന്നത് കേട്ടോ. തുള്ളൽപ്പാട്ട് എഴുതിയിരിക്കുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. അപ്പൊ തുള്ളൽപ്പാട്ടിലെ സൃഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത് തന്നെ ആരെയാണ്? കുഞ്ചൻ നമ്പ്യാരിനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തുള്ളൽപ്പാട്ടാണ് നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് വായിക്കാം കേട്ടോ. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചില ചാടി ഒളിച്ചു. വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിതു പല ജനം അപ്പോൾ. മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെ ഒളിച്ചു. കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി. അതായത് എന്താണ് ഒരു എന്താണ് ഇവിടെ പറയുന്നത്? ഉള്ളത്തിൽ എന്ന് വെച്ചെന്താ? മനസ്സിൽ ട്ടോ. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ. ഇത് വലിയൊരു തുള്ളൽപ്പാട്ടിന്റെ ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ വായിക്കാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ് ഒരു ചെറിയൊരു യുദ്ധം പോലെ, യുദ്ധമല്ല, ചെറിയൊരു കോലാഹലങ്ങൾക്കിടയിലുള്ള സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ചിലരുടെ ഭയം മൂലം ഉള്ളത്തിൽ ഭയമേറുക മൂലം പറഞ്ഞാൽ മനസ്സിലെ പേടി കാരണം ചിലരെന്ത് ചെയ്യാണ്? വെള്ളത്തിൽ ചില ചാടി ഒളിച്ചു, വെള്ളത്തിലോട്ട് ചാടുകയാണ് ചിലര്. വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിതു പല
ശുദ്ധജലം അപ്പോൾ? മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെ ഒളിച്ചു. ചിലരെന്ത് ചെയ്തു? മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്ത് ഒളിച്ചു. കണ്ണും അടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങ് തുടങ്ങി. എന്നിട്ട് കണ്ണും അടച്ച് പുതച്ച് അങ്ങനെ ഒരു ഉറക്കം തുടങ്ങി കുഴിയിൽ കിടന്നിട്ട് അല്ലേ. വലിയൊരു തുള്ളൽപ്പാട്ടിന്റെ ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല രസകരമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ആ തുള്ളൽപ്പാട്ടിന്റെ രീതിയിൽ തന്നെ വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് നമുക്ക് നമ്മുടെ രാഗിയുടെയും ഹരിയുടെയും കഥയിലോട്ട് വരാം. ഉത്സവമൊക്കെ കഴിഞ്ഞു അല്ലേ. ഉത്സവമൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ എല്ലാ ഉത്സവ പറമ്പും എങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക? നിറയെ കുപ്പിയായിരിക്കും അല്ലേ. നിറയെ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി. ആളും ആരവുമില്ല. ആരാ നോക്കുന്നത്? ഹരിയും രാഗിയും അല്ലേ. പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. പ്ലാസ്റ്റിക് കവറുകളും വർണ്ണക്കടലാസുകളും ചിതറിക്കിടക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിന് മുമ്പിൽ അവർ നിന്നു. ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടെ ആകെ വൃത്തിയാക്കി തുടങ്ങി. പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു. എത്ര വേഗമാണ് ഉത്സവ പറമ്പ് വൃത്തിയായത്. ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ അവിടെ വൃത്തിയാക്കി അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്